എനിക്ക് വ്യക്തമായിട്ടും അനുഭവത്തിൽ വന്നു കഴിഞ്ഞു 3 ആഴ്ച ആയപ്പോൾ തന്നെ. എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. നിൽക്കുന്നത് വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് അല്ലെ? ക്ഷേത്രത്തിൽ വലിയ തിരക്കുകളാണ്. എങ്ങനെയാണ് വരുന്ന ജനങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾ ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ജനത്തിരക്കുണ്ടാകുന്നത്. ഇങ്ങനെയാണ് വലിയ ചിലവേറിയ പൂജകളാണ്. വലിയ ചിലവേറിയ നിസ്സാര ചിലവുകളാണ്. ഇവിടെ അങ്ങ് ഏറ്റവും വലിയ പൂജ എന്നാണ് 3500 മൃഗാസ്പർശനം ചെയ്യുന്നത് 7 അത് 1.5 മാസമാണ് ഈ പൂജ ചെയ്യുന്നത്. അതിനാണ് ഈ റേറ്റ്. അത് ചെയ്താണ് കൊടുക്കുന്നത്. എല്ലാവർക്കും വരുന്നവർക്കെല്ലാം അവരവരെ കാര്യങ്ങൾ സാധിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. തിരിച്ച് പ്രതികൂല അനുഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ക്ഷേത്രത്തിൽ ഇന്ന് എന്തെങ്കിലും പ്രത്യേക ദിവസമാണോ? ഇന്ന് കർക്കിടകമല്ലേ, എന്നിട്ട് പോലും വലിയ തിരക്കുകളുണ്ട്. വലിയ തിരക്കുകളുണ്ട്. രാവിലെയൊക്കെ വലിയ തിരക്കുകളാണ്. രാവിലെയൊക്കെ നല്ല തിരക്കാണ്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് വിശ്വാസങ്ങളെ കുറിച്ചും ഐതിഹ്യങ്ങളെ കുറിച്ചും? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. ക്ഷേത്രത്തിന് ഭഗവാന്റെ ചൈതന്യം കിട്ടുന്ന ഓരോ ഭക്തനും വന്ന് ഓരോ ദിവസവും അവരവരെ കാര്യം സാധിക്കുന്നു. അടുത്തവരോടെ പറയുന്നു, അടുത്തവർ വരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ട് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു കൊടിമരത്തിന്റെ ഒരു വാർത്ത ചെയ്തിരുന്നു. കാര്യം കൊടിമരം തന്നെ ഒരു സംഭാവനയാണ് ഒരു ഭക്തന്റെ സംഭാവന 7.5 ലക്ഷം രൂപ. അതിനുശേഷം വലിയ അത്ഭുതങ്ങൾ നടന്നു എന്ന് പറഞ്ഞ ഭഗവാന് നിരവധി സംഭാവനകൾ നൽകുന്ന ഇഷ്ടംപോലെ ആളുകൾ വരുന്നു. എങ്ങനെയാണ് അതൊക്കെ ഒന്ന് പറഞ്ഞു? അവർക്ക് ഓരോരുത്തർ വരുന്ന അവരൊരു പറ ഇടാം. കൊടിമരത്തിന് ഒരേ പറ ഇടുന്നത് 35,000 രൂപ അവർ പറക്കി. അങ്ങനെ ഒരു 8-10 പേര് വന്ന് അവരെല്ലാം ഒരേ പറയിടാം എന്ന് പറയുന്നത് കുടിമരുന്ന് സംഭവിച്ചു. 10-12 ലക്ഷം രൂപ ആവും തീരുമ്പം. 7 ലക്ഷം അല്ല 12 ലക്ഷം രൂപ ആവും തീരുമ്പം. അത് നമ്മൾ പോയി എടുത്തുകൊണ്ടാണ് ഈ റേറ്റിലായത്. അല്ലെങ്കിൽ ഒരു മരത്തിന് തന്നെ 7 ലക്ഷം രൂപ കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഭക്ത ഇവിടെ വന്നിട്ട്, ഒരു വിശ്വാസി ഇവിടെ വന്നിട്ട് അവര് മൊബൈലിലൂടെ ഒരു വീഡിയോ കാണുകയും അവരുടെ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ കിട്ടി എന്നൊക്കെ പറയുന്നത് അവരെവിടെ പൈസ വെച്ച് മറന്നിട്ട് പോയി. മറന്നിട്ടപ്പോൾ അവർ അങ്ങ് പോയി ഇവിടെ വിളിച്ചപ്പം പൈസ തിരിച്ചു കിട്ടി. അവരെ പൈസ തിരിച്ചു കിട്ടി. അവർക്ക് ആ ഭഗവാനെ പ്രാർത്ഥിച്ച് ആ പൂജ ചെയ്തപ്പോൾ അത് ഉടനെ അതിന്റെ ഫലം കിട്ടി. അതാണ് അവർക്കുണ്ടായത്. അവരെവിടെയുള്ളവരായിരുന്നു? സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു. ഇതിനു മുമ്പ് ഒരു കോട്ടയം സ്വദേശി അവരിവിടെ വരികയും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവര് ഈ മൊബൈലിലൂടെ അവർക്ക് കുറെ പണം കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ കിട്ടില്ല എന്ന് കരുതിയതാണ്. പക്ഷെ ഇവിടെ വന്നവർ പ്രാർത്ഥിക്കുകയും അവർക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ അവരന്ന് എനിക്ക് ഈ പൈസ കിട്ടിയാൽ ഇതിന്റെ പകുതി പൈസ ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് നൽകാമെന്ന് വെറുതെ പറഞ്ഞതാണ്. ഒടുവിൽ ഇവിടെ കൊണ്ടു തരേണ്ടി വന്നു. അവരെ കൊണ്ട് തന്നു. അവരൊക്കെ ഒക്കുന്നത് നമ്മൾ ഇല്ലാന്നും ആരോടെയും ചോദിക്കില്ല. അവരവർക്ക് ഒക്കുന്നത് അവരവർ കൊണ്ട് കൊടുക്കും. അത് വാങ്ങിക്കുക. ഒരു മനുഷ്യന്റെ അഥവാ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പൂജ ചെയ്യുന്നു. ഈ അത്ഭുതങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. താങ്കൾ നേരിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ സാക്ഷിയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ. അങ്ങനെ താങ്കൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന അത്ഭുതം പറയും. എനിക്ക് ഞാൻ നേരം വെളുത്തെണീച്ചാലേ ഭഗവാനോടെ പൂജ ചെയ്യുമ്പോൾ കൃഷ്ണപരന്ത് വട്ടമിടും. രാവിലെ കാലത്തെ 7 മണിയുടെ പൂജയ്ക്ക് ഭഗവാനെ കൃഷ്ണപരന്ത്. അത് ഞാൻ പറയാം, കൃഷ്ണപരന്ത് ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വിഷയമുണ്ട്. താങ്കൾക്കറിയാം. താൻ പറഞ്ഞ ഇവിടെ പരന്ത് വരൂലെന്ന് പറഞ്ഞു. അന്ന് ക്യാമറ ഫോണിനെടുത്തോണ്ടെന്ന് ഈ വീഡിയോ എടുത്തെന്ന് പറയും. ഇവിടെ അങ്ങനെ നിങ്ങൾ കള്ളം പറയാണ്, നിങ്ങൾ വെറുതെ പറയണം, ഇവിടെ പരന്ത് വരൂലെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്റെ താഴേക്ക് അടിച്ചു പോയി. തല അടിച്ചു പോയില്ലേ? അതൊരു അനുഭവമല്ലേ? അതിനുശേഷം തനിക്ക് പിന്നെ ആ വിശ്വാസം ഉണ്ടല്ലോ. അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. വന്നപ്പോഴ് താങ്കൾ പറഞ്ഞു ഈ പരന്ത് ഈ ഭാഗത്ത് വരുമെന്ന് പറഞ്ഞല്ലേ? ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആ ഭാഗത്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു ആകാശത്ത് പിന്നെ പരത്തില്ലാതെ പിന്നെ മീനോട് വന്ന് കളിയാക്കി പരിഹസിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പരന്തൊന്നും ഇവിടെ വരില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല വരും. അതല്ല ഇയാള് പറഞ്ഞു, വീണ്ടും പറഞ്ഞു വരൂല എന്ന് പറഞ്ഞാണ് തന്റെ തലേക്ക് അടിച്ച ആ പരന്ത്. അങ്ങനെ ഉണ്ടല്ലോ. ദൃസാക്ഷിയല്ലേ? അതല്ലേ, പിന്നെ അതിനപ്പുറത്ത് വേറെ കാര്യമില്ലല്ലോ. ഞാൻ നിൽക്കുന്നത് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന അത്ഭുത ക്ഷേത്രത്തിലാണ്. ഇത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. പാരിപ്പള്ളി വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്ന് നിരവധി വിശ്വാസികളാണ് എത്തുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ വിശ്വാസികളും വരുന്നത് അവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല, അവരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയാണ്. വർഷങ്ങളായി അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്ത ആ കാര്യങ്ങൾ ഇവിടെ വന്നാൽ സാധിക്കുമെന്നാണ് അനുഭവസ്ഥരുടെ വിശ്വാസം, അല്ലെങ്കിൽ അനുഭവസ്ഥർ പറയുന്നത്. എൻ്റെ ചേട്ടൻ്റെ കാലിൽ ഒരു വെരിക്കോസിൻ്റെ ഭയങ്കരമായിട്ട് ഒരു വ്രണം ഉണ്ടായിരുന്നു.
ആരോഗ്യ സംബന്ധമായ പ്രശ്നമാണ്. അതിപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ചികിത്സയൊക്കെ നടത്തിയിരുന്നു, ഒരുപാട് ചികിത്സ ചെയ്തതാണ്. പക്ഷെ അതിലൊന്നും ഫലം കണ്ടില്ല. ഫലം കാണാൻ ഒരു വർഷമായിട്ട് ഒരു വ്രണം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അത് ഉണങ്ങുന്നതേലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കുറവുണ്ട്. ഇപ്പം ബാൻഡേഡ് ഇട്ടിലേലും കൊണ്ട് നടക്കാം. അതിയായ വിശ്വാസമായി. അമ്മ എങ്ങനെ ഈ അമ്പലത്തെ പറ്റി കേട്ടറിഞ്ഞത്? ഞാൻ ആദ്യം ശരിക്കും കേൾക്കുന്നത് യൂട്യൂബിൽ കൂടെയാണ് കണ്ടപ്പോഴാണ്. നമ്മൾ സാധാരണ പറയും യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലാണോ? അമ്മയ്ക്കിപ്പോൾ ഇവിടെ ശരിയല്ലെന്ന് പറയാനും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ചേട്ടൻ്റെ സ്ഥലം ഇവിടെ പുത്തമ്പളമാണ്. അപ്പോൾ ഞാൻ കല്ലറ താമസിക്കുന്നെങ്കിലും പാരിപ്പള്ളിയിൽ നിന്ന് കേട്ടപ്പോൾ ഓടിപ്പോകാൻ തോന്നി. അങ്ങനെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ ഇവിടേക്ക് വരുന്നവർ നിരവധി പേരാണ്. ദുഃഖങ്ങൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, മാറാവ്യാധികൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട് ജീവിക്കുവാൻ കഴിയാതെ തന്റെ ദാനം കിട്ടിയ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതുന്ന അനേകം പ്രേക്ഷകർ നമുക്കുണ്ട്. അവരോട് അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്കാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത സമർപ്പിക്കുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം. ഇവിടെ വരുന്ന വിശ്വാസികൾ അത്ഭുതങ്ങൾ കണ്ടു മടങ്ങുമ്പോൾ ഈ ക്ഷേത്രത്തെ വിളിക്കുന്നത് അത്ഭുത ക്ഷേത്രം എന്ന് തന്നെയാണ്. ഇവിടെ എത്ര പ്രാവശ്യം വന്നപ്പോൾ? ഒരു 2 മാസം കൊണ്ട് വരുന്നുണ്ട്. ചേച്ചി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കുറച്ച് സമാധാനമുണ്ട്. ചേച്ചിയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വന്നു? ഇപ്പോൾ ചേച്ചിയുടെ കൂടെ ആരാ വന്നിരിക്കുന്നത്? ആരും വന്നിട്ടില്ല. ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. ഭർത്താവില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? മോനും ഇപ്പം മോൻ മാത്രമേ ഉള്ളൂ. മരുമോളങ്ങ് കുടുംബമില്ല. കുടുംബപരമായിട്ടുള്ള പ്രശ്നത്തിൽ ചേച്ചി വിഷമത്തിലാണ്. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം നല്ലൊരു വിഷമമുണ്ട്. ചേച്ചി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. എന്നാലും ഇവിടെ വന്നിട്ട് സമാധാനമൊക്കെ ഉണ്ട്. ചേച്ചി ഇവിടെ ഒരുപാട് പേരൊക്കെ വന്നിട്ട് പറയുന്നവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ, ചേച്ചിയെ പോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു വരുന്നവരുണ്ട്. പലർക്കും പല വിഷമങ്ങളും തീരുന്നുണ്ട് എന്ന് പറയുന്നു. ചേച്ചി ആർക്കൊക്കെ ചോദിച്ചായിരുന്നു അങ്ങനെയൊക്കെ? അല്ല, തീരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇച്ചിരി ഇന്നലെ തൊട്ടൊരു ചെറിയൊരു വിഷമം, അതിന് വേണ്ടി വന്നതാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് വലിയ കടപ്പാടുണ്ട്. കാര്യം വിസ്മയ എന്ന മാധ്യമത്തെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് നമ്മുടെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് വലിയ കടപ്പാടുണ്ട്. 100 കണക്കിന് 1000 കണക്കിന് അനുഭവസ്ഥരുണ്ട്, വിശ്വാസികളുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാനൊന്ന് മനസ്സിൽ കണ്ടിട്ട്, എൻ്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു. അപ്പോഴും ചേട്ടൻ ഇവിടെ വന്ന് ജോലിയില്ലാതെ പെട്ടെന്ന് നഷ്ടപ്പെട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയ ജോലിക്ക് പോയി, അങ്ങനെ കാലിന് ഇൻഫെക്ഷനായി. അങ്ങനെ ഇവിടെ ഉണ്ട്. പിന്നെ ഗൾഫിൽ പോകാൻ വയ്യാത്തൊരവസ്ഥയാണ്. ആശുപത്രിയും വീടുമായിട്ടൊക്കെ കിടക്കുകയായിരുന്നു. ഇപ്പം ഇത്തിരി 2 ദിവസമായിട്ട് ജോലിക്കണം. വേറെ നിസ്സാരപ്പെട്ട കാര്യം വന്നതാണ്. ഇപ്പം എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഞാൻ വന്നത്. എൻ്റെ ചേട്ടന് തിരിച്ചവിടെ പോയി വീട് വെച്ച് പൂർത്തിയായില്ല. അങ്ങനെയൊക്കെ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പറയുന്ന, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന വലിയ പൂജകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്ന സ്ഥലത്ത് ബസ്സിറങ്ങി ഈ വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിലെത്തി നിങ്ങൾ പറയുക നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന്. ഏകദേശം പാരിപ്പള്ളിയിൽ നിന്നും 3.5 കിലോമീറ്റർ ഉള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടെയുള്ള ക്ഷേത്ര അധികാരികളുമായി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ദോഷങ്ങൾ മാറുവാനുള്ള പൂജകൾ അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക. പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഒരു വീട് വയ്ക്കാൻ വേണ്ടി, പിന്നെ പ്രിയപ്പെട്ടവരുടെ അസുഖങ്ങൾക്ക് വേണ്ടി ഉള്ള കിടക്കാടം പണയപ്പെടുത്തി അങ്ങനെ ലോൺ എടുത്ത് ഒടുവിൽ തൻ്റെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, തൻ്റെ കിടക്കാടം നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് പണം ഭഗവാൻ തരും എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ പണം കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ഒരുക്കിത്തരും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ മാറിമറിയും. പിന്നീട് പറയാനുള്ളത്, ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരു അത്ഭുത കിണർ ഉണ്ട്. ഔഷധ കിണർ എന്നാണ് അവർ പറയുന്നത്. രോഗശൈലിയിലുള്ള അനേകം പ്രേക്ഷകർ നമുക്കുണ്ട്. അവരൊക്കെ ആ കിടക്കയിലിരുന്നു കൊണ്ട്, നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക, ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഈ കിണറിൽ നിന്നും കുറച്ച് ജലം കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുവാൻ ഉറപ്പായും നിങ്ങൾക്ക് ആ രോഗം വിട്ടുമാറുമെന്നും വിശ്വാസികൾ പറയുന്നു, അനുഭവസ്ഥർ പറയുന്നു. ഇതെല്ലാം പറയുന്നത് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നത് എന്തെന്നാൽ, നമ്മുടെ പ്രേക്ഷകർ അവർ ഇവിടെ വന്ന് അവർക്ക് നേരിട്ട അനുഭവങ്ങളാണ്. ഒരുപക്ഷെ വിസ്മയ എന്ന മാധ്യമം പുറത്തുവിട്ട പല വാർത്തകളും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിലൊക്കെ പരസഹായത്തോടെ ഈ അമ്പലത്തിലേക്ക് വന്ന നിരവധി വിശ്വാസികളുണ്ട്. അവരൊക്കെ ആഴ്ചകൾ കഴിയുമ്പോൾ ഇവിടെ നിന്നും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയ്ക്കുമൊക്കെ നമ്മൾ
പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്ഷേത്രം ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലെങ്കിലും വരണം. ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കുവാൻ, നിങ്ങളുടെ കാര്യസിദ്ധിക്ക് വേണ്ടി. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം രജിത് കാര്യത്തിൽ, വീസ് ന്യൂസ്.